ചിലരൊക്കെ ചോദിക്കുന്നത് അച്ചാർ കച്ചവടം നിർത്തിയിട്ട് സാരി കച്ചവടം പറയുന്നു. സാരി കച്ചവടം സാരി മാത്രമല്ല കേട്ടോ, ടോപ്പും. അതൊക്കെ സാരി എന്ന് പറയുമ്പോൾ കുറച്ചില്ല. സാരി ഒരു ഏറ്റവും ഒരു എന്താണ്, ഞാൻ സാരി പ്രാന്തിയാണ്. അല്ല, പ്രാന്തിയാണ് എന്ന് പറയുന്നത് അംഗീകരിക്കാം. സാരി പ്രാന്തിയാണെന്ന് പറയുന്നത് കൂടുതൽ അംഗീകരിക്കാം. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏറ്റവും ഇതൊക്കെ ഉടുത്തോണ്ടാക്കാട്ട് പോണം. ഇത് ഓണം കളക്ഷനുകൾ എത്തിക്കഴിഞ്ഞു. കാഞ്ചി കോട്ടൺ ആണ്. കാഞ്ചി കോട്ടൺ ഇതിന്റെ പെർഫെക്റ്റ് കളറാണോ ഇതിനകത്ത് കാണുന്നത്? മെറൂണും ബ്ലാക്കും ആണ് കോമ്പിനേഷൻ വരുന്നത്. സൂപ്പർ ഓണം കളക്ഷനുകളാണ്. ഈ കാഞ്ചിക്കോട്ടൻ ഓർഡർ ആയി വരുന്നു. നമ്മളെ ഒന്ന് സ്റ്റാറ്റസ് വെച്ചപ്പോഴത്തേക്കേ ഓർഡർ ആയി വരുന്നു കാഞ്ചിക്കോട്ടൻ. കാഞ്ചിക്കോട്ടൺ സാരിയാണ്. ഇത് നമ്മൾ ഇട്ട് വരുമ്പോഴത്തേക്ക് വീഡിയോ അല്ലല്ല, ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ അതായത് ജനങ്ങൾക്ക് പിന്നെ അച്ചാർ കച്ചവടം നിർത്തിയോന്നൊരു സംശയം. അപ്പം അച്ചാർ കച്ചവടം നിർത്തിയിട്ടില്ല. ഞങ്ങള് ഓണം കിറ്റുമായിട്ട്, ഓണക്കിറ്റിന്റെ പണിപ്പുരയിലാണ്. ഓണക്കിറ്റുമായിട്ട് ഉടൻ എത്തുന്നതാണ്. അപ്പം കാഞ്ചിക്കോട്ടൺ സ്പെഷ്യലുകൾ അങ്ങോട്ട് മാറ്റി. ഇത് കാഞ്ചിക്കോട്ടൺ ആണോ? ഇത് കല്യാണി കോട്ടൺ. ഇതൊരു ബ്രൗണും പിന്നെ കോഫി ബ്രൗണും മെറൂണും കൂടി മാച്ച് കോമ്പിനേറ്റ് ചെയ്യുന്ന ഇത്. പല്ലു കോഫി ബ്രൗൺ ആണ്. നമ്മുടെ ഇത് പിന്നെ മെറൂൺ ആണ്. ഭയങ്കര ബ്ലൗസ് മെറൂണും ഇത് ബോർഡർ വരും. ഇങ്ങനെ കാണിക്കും. അങ്ങനെയല്ലേ, അത് ആ സാരിയുടെ ഇത് വരണം. ഓക്കെ, നമ്മൾ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. ഓർഡർ വരുന്നതനുസരിച്ചിട്ട് എടുത്തിട്ട് ഇത് ചെയ്ത് അങ്ങ് വിടും. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഈ വീഡിയോ കാണിക്കുന്ന കളറുകൾ അത് പിന്നെ ഇടാം. അങ്ങോട്ട് വെക്കാൻ സ്ഥലം ഉണ്ടാവും. അപ്പൊ ആകുമ്പോഴത്തേക്ക് നമുക്ക് സമയം നീണ്ടു. വീഡിയോയിൽ കാണിക്കുന്ന കളറുകൾ തന്നെയാണ്. ചിലപ്പോൾ മൾക്കോട്ടന്റെ കളർ മാറുന്നുണ്ട്. ഒരു കസ്റ്റമർ നമുക്ക് ആദ്യമായിട്ട് പറഞ്ഞു കളർ മാറിയത് അത് തന്നെ അത് പൊട്ടിക്കണ്ട. അത് തന്നെ അതെല്ലാം അതാണ്. ഇത് കല്യാണി കൊട്ടൻ തന്നെ മെറൂണും ബ്ലാക്കും ഭയങ്കരമായിട്ട് ആൾക്കാർ ചോദിച്ചോണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഇടുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർ ചോദിച്ചോണ്ടിരിക്കുന്നതാണ്. നമുക്ക് ഭയങ്കര സൂപ്പർബായിട്ട് ആൾക്കാർ ചോദിച്ചോണ്ടിരിക്കുന്ന സാരികളാണ് ഇതല്ലേ. ഭയങ്കര സൂപ്പറാണ്. ഉടുക്കാണ്ടല്ലേ പൊളിയായിരിക്കും. അല്ല, കേട്ടിട്ട് പിടിക്കും. ഞാൻ എൻ്റെ ശരീരം ഒരു ഫ്രീ ആണ് ഒരു സാരിയുടെ. കണ്ട, ഭയങ്കര പൊളിയാണ്. ഓണ സ്പെഷ്യലാണ്. ഓണത്തിന് നിങ്ങൾ ഇട്ടിട്ട് വരെ മേടിക്കണം. പക്ഷെ നമ്മൾ ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്യും. ഇതിപ്പോൾ ഓർഡർ വരും. കാരണം ഈ കളർ സാരി ഇടുമ്പോഴത്തേക്ക് അപ്പോഴും തന്നെ ഓർഡർ വരും. അപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് വരുന്നത് കേട്ടോ. നമുക്ക് 2 സ്ഥലങ്ങളില്ല, ഒരു സ്ഥലത്തു നിന്നും കൂടെ വന്നതാണ് ഈ കളക്ഷൻ. ആദ്യം വേറൊരു സ്ഥലത്തു നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. ഇത് വേറൊരു സ്ഥലത്തു നിന്നും വന്നതാണ് ഈ കളക്ഷൻ. അപ്പോൾ നമ്മുടെ ഈ ഹോൾസെയിൽ ഡീലർമാരെയൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു കാര്യം ഓണം കിറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഓണം കിറ്റിൻ്റെ കാര്യം പോകണം. സമയം നീണ്ടു പോകണം. 4 മിനിറ്റായി ആൾക്കാർ ഇത്രയും കണ്ടുകൊണ്ടിരിക്കും. നമുക്ക് കാണിക്കാൻ തോന്നിയുണ്ട് ഓണത്തിന്റെ. ഇത് പർപ്പിളും ഗ്രീനും ആണ്. ഇത് പിന്നെ നമ്മുടെ ബോട്ടിൽ ഗ്രീൻ ആണ്. പർപ്പിളാണ് കേട്ടോ. ഭയങ്കര സൂപ്പർ കളർ. അതെ, അങ്ങനെ വെച്ചോ. അതിന് പറഞ്ഞ് തന്നെ വെച്ചോ, നമുക്ക് എടുക്കാം. അങ്ങനെയാണ് കേട്ടോ. ഇതിപ്പം നമുക്ക് അങ്ങനെ വെച്ചോ, നമുക്ക് എടുത്ത് വെക്കാം. ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യും. കാരണം നമ്മൾ കുറച്ച് മാത്രമാണ് വരുന്നത് നമുക്ക്. ഇത് മറ്റേ നമ്മൾ നേരത്തെ എടുത്തതാണ്. കോഫി ബ്രൗൺ, നല്ല കോഫി ബ്രൗണും പിന്നെ മെറൂണുമാണ്. മറ്റേത് ഗോൾഡ് അല്ലായിരുന്നു, ഇത് ഗോൾഡാണ്. അങ്ങോട്ടൊക്കെ വെച്ചോ, നമുക്ക് പിന്നെ എടുത്തോളാം. നമുക്കിപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു 3-4 എണ്ണം പോയിട്ടുണ്ട്. ഈ വന്നത് ബോട്ടിൽ ഗ്രീൻ, പിന്നെ പിസ്താ ഗ്രീൻ. ബോട്ടിൽ ഗ്രീൻ, പിസ്താ ഗ്രീൻ പ്രീമിയം ക്വാളിറ്റി. കല്യാണി കോട്ടൻ്റെ പ്രീമിയം ക്വാളിറ്റിയാണ്. ഇത് റെസ്റ്റോറൻറ്റ് ബോട്ടിൽ ഗ്രീൻ. ഇത് ബോട്ടിൽ ഗ്രീനും റെസ്റ്റോറൻറ്റ്. സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇപ്പൊ തന്നെ ഓർഡർ തന്നോളൂ. ഇല്ല, ബോട്ടിൽ ഗ്രീൻ പർപ്പിള്, ബോട്ടിൽ ഗ്രീൻ പർപ്പിള്, അല്ല സോറി, പിസ്താ ഗ്രീൻ പർപ്പിള്. നമ്മൾ ഈ കളറുകളൊക്കെ പഠിച്ചിരുന്നേ ഉള്ളത്. നമ്മള് കറുപ്പ് പറ്റാ ചോപ്പ്. ഇത് പിന്നെ സെറ്റപ്പ് ആണ്, മാസ്മരികായിട്ടും. ഇത് റെഡും മറ്റേ മസ്റ്റർഡ് യെല്ലോയും. ഭയങ്കര സൂപ്പർ ടേസ്റ്റ്. അതെ.
നല്ല കളർ. ഇത് ഗ്രീൻ. ഇത് സീ ഗ്രീൻ പർപ്പിൾ. നമ്മളെ മറ്റേ കടലിലെ ഒരു വെള്ളം ഉണ്ടല്ലോ മറ്റേ കളർ, കടൽ പച്ചയും പർപ്പിളും. ഞാനും എന്റെ ചേച്ചി പറയും വാടാൻ വേണ്ടിയിരുന്നു പർപ്പിളിന്. ഇത് തന്നെ നമ്മുടെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നോ പ്രീമിയം ക്വാളിറ്റി, പിന്നെ വെറൈറ്റി സൂപ്പർ ഒരു കളർ കോമ്പിനേഷൻ ആണ്. നല്ല മജന്തയും ബ്ലാക്കും ആണ്. എന്ത് കളറുകളാണ് ഇതൊക്കെ. വന്ന് പോയി പിന്നെയും വന്നതാണ്. നമ്മളെ അയക്കുന്ന എല്ലാവരും നമുക്ക് റിവ്യൂ തരുന്നില്ല, കൊള്ളാന്ന് പറയാം ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പോകും. കാരണം അവർ വോയിസ് അയക്കും. എനിക്ക് വോയിസ് എടുത്തിട്ട് ഇത് വയ്ക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അത് എല്ലാത്തിനും കൂടെ സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് വന്ന എല്ലാ റിവ്യൂ നല്ലതാണ്. ഈ ഒരാൾ മാത്രം നമ്മുടെ മൾക്കോട്ടൻ്റെ കളറിൽ ഒരു ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. അത് അവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും കംപ്ലൈന്റ്. പിന്നെ ഇത് നമ്മുടെ പർപ്പിളും യെല്ലോയും ആണ്. പർപ്പിളും യെല്ലോയും അതിന് കാണിച്ചോണ്ടിരിക്കുന്നത് ഞാൻ അലച്ചോണ്ടിരിക്കുന്നു. ഞാൻ അലപ്പുകാരി. അലപ്പാണ്. അതൊക്കെ നമ്മൾ കാണിച്ച കളറുകളാണ്. അത് കാണിക്കില്ല. ഇത് നല്ല പിന്നെ മെറൂണും ഈ കളർ ഉണ്ടല്ലേ. ഈ കളർ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ടോന്ന് പറയാം. ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? പാർവതിയിലെ ജയറാം പാർവതിയിലെ കല്യാണക്കാരിയായിരുന്നു. അന്ന് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ ഇത് തന്നെ മെറൂണും ഇത് റോയൽ ബ്ലൂ. ഇതൊക്കെ ഉടുത്ത് ഒരുങ്ങി അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇത് പിന്നെ ഓണം സ്പെഷ്യൽ ഓണത്തിന്റെ കുറച്ചും കൂടെ വരും നമുക്ക്. ഇത് നല്ല അടിപൊളി ഒരു എന്താണ് നമ്മുടെ സെറ്റും സാരിയാണ് കേട്ടോ. ഒരു വെറൈറ്റി സെറ്റ് തരും. മറ്റേ മൊത്തം വർക്കാണ്, മറ്റേ എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. അതാണ് ഭയങ്കര സൂപ്പറായിട്ടുള്ള ഒരു സാരിയാണ്. ബോഡി ഐറ്റാണ്. ഇത് എംബ്രോയിഡറി വർക്കല്ല, ഫ്ലവർ ആണ്. അതെ, ഇതാണ് ഇവിടെ ട്രെൻഡി. ഇപ്പോഴത്തെ ട്രെൻഡാണത്. അടുത്തത് ഇത് ട്രെൻഡി സാരിയാണ്. അതെ, ഇത് ഫ്ലവർ വർക്ക്. അതിന് പോയി 2-3 നമ്മളിപ്പോ കൊണ്ടുവന്നേ. ഈ എംബ്രോയിഡറി വർക്കിന്റെ പോയായിരുന്നു. അതും പോയി, മറ്റത് പോയി, വേറെ ഉണ്ടായിരുന്നു അതും പോയി. ഞാൻ ഇന്ന് ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും പോയി. അതൊക്കെ പെട്ടെന്ന് തീർന്നു പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാടല്ല എടുക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ഇന്നലെയൊക്കെ വാങ്ങിച്ചവര് മെനിഞ്ഞാന്ന് വാങ്ങിച്ചവരൊക്കെ നല്ലതെന്ന് പറഞ്ഞു. ഫോൺ വിളിച്ചും പറയുന്നുണ്ട് നമ്മൾ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് തരുമൊന്നും എനിക്ക് പറയും സമയമില്ല തീര, അതുകൊണ്ടാണ് എന്നൊക്കെ പറയും. പിന്നെ അത്രയും മതി. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങള്. നമ്മുടെ സംരംഭം എന്ന് പറഞ്ഞാൽ ഓണം കിറ്റിലേക്ക് പോവുകയാണ്. 10 items ആണ്, 9 items ആയിട്ട് നമ്മൾ വരികയാണ്. ഇന്ന് തന്നെ ഞാനൊരു സ്റ്റാറ്റസ് വെച്ചേ, കുറേ പേര് പറഞ്ഞില്ല നമുക്ക് വേണമെന്ന് പറഞ്ഞു. 9 items എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിൽ നിന്നിട്ട് അത് വെക്കാൻ. അങ്ങനെയുള്ളവർക്കാണ് ഓണം കിറ്റ് ഉപയോഗപ്പെടുന്നത്. അല്ലാത്ത ആൾക്കാർ നമുക്ക് ഇഞ്ചി നനഞ്ഞ് വെക്കാൻ അറിഞ്ഞൂടെയെന്ന് ചോദിക്കും. അപ്പോ നാരങ്ങ ഇപ്പൊ നമ്മുടെ നൈമിത്രയുടെ ഒരു ഓണം കിറ്റ് വാങ്ങിയാല് പിന്നെ ചോറും ഈ സാമ്പാർ അങ്ങനെയുള്ള പരിപ്പും പപ്പടം പൊരിച്ചാൽ മതി. പപ്പടം നമ്മുടെ ഉണ്ട്. പിന്നെ സാമ്പാർ, അവിയൽ, പുളിശ്ശേരി അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് ചോറും വെച്ചാൽ ബാക്കി നമ്മുടെ പായസം മിക്സ് നമ്മുടെ ഉണ്ട്. പാലട പായസം മിക്സ് നമ്മുടെ ഉണ്ട്. അതൊക്കെ ഇനി ആവുകേ ഉള്ളൂ കേട്ടോ. ഇതിന്റെ സമയം ആവുമ്പോഴത്തേക്ക് റെഡി ആവുന്നുള്ളൂ. നമ്മൾ പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ ഇപ്പം. അപ്പം ഒരാഴ്ച പ്ലാനിങ്ങിന്റെ പിന്നെ അതിന്റെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് തയ്യാറാക്കലും ഉണ്ടാക്കൽ ഏറ്റവും ലാസ്റ്റ്. ലിസ്റ്റ് അല്ല ഞാൻ പറഞ്ഞത്. ഇനി അതിന്റെ നമ്മളെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങല്, അങ്ങനെയുള്ള ജോലികൾ കുറച്ച് ദിവസം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അയക്കാവുന്നതിന്റെ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് മുതൽ തുടങ്ങി പാക്ക് ചെയ്ത് അയക്കുവാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് സാധനമായിരിക്കും. നമ്മൾ ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുന്നതല്ല അയച്ചു തരുന്നത്. അന്നുണ്ടാക്കി സാധനം പാക്ക് ചെയ്യുന്നു, അയക്കുന്നു. കുറച്ച് മാത്രം ഉണ്ടാക്കും. നമുക്ക് ഇവിടെ എല്ലാം ചെയ്യാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്ത കുറച്ച് രീതിയിലാണ് ഈ പഠിച്ച ഓണം കിട്ടി. ഓർഡർ എടുക്കും. ഒരു 5-6 മുതൽ ഞാൻ ഓർഡർ എടുത്ത് തുടങ്ങും. അപ്പോൾ നമ്മുടെ നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി, വിളിച്ചാൽ മതി. പിന്നെ ഡിവിൻസിൻ്റെ ഈ ഓണം ഇത് സാരികളാണ്. ഇനി സ്പോർട്ട് സെറ്റുകൾ, പിന്നെ 2 പീസ് കുർത്തിയൊക്കെ വരാനുണ്ട്, നൈറ്റിയും വരാനുണ്ട്. ഒക്കെ വരും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ സാരിയൊക്കെ കണ്ടല്ല നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. ഓണം കിറ്റും ഓണസാരിയും ഓണ ഡ്രസ്സും ആണുങ്ങൾക്കുള്ള എല്ലാം കുറച്ച് ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് കുറച്ച് വിപുലീകരിക്കാൻ പറ്റട്ടെ. അതൊന്നും നമുക്ക് പറയാത്തില്ല. ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പൊ അത്രയേ ഉള്ളൂ.
നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങളൊപ്പം നിൽക്കണം, നിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരെയും പ്രതീക്ഷയില്ല, നിങ്ങളാണ് എന്ന് വെച്ചാൽ കൂടെ നിൽക്കുന്ന മനുഷ്യന്മാരിലാണ്. നമ്മളെ എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ കൈപിടിച്ച് കൊണ്ട് നടക്കുന്നത് നിങ്ങളാണ്. ഒരുപാട് ആൾക്കാർ നമ്മളെ മൈൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ടല്ലേ, അവരുടെയൊക്കെ പക്ഷെ നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് ഇതുപോലൊരു വീഡിയോ ഇടാം, സ്വന്തം വീഡിയോ. അടുത്ത ഓണത്തിന് നമ്മൾ സ്വന്തം വീട്ടിലിരുന്നിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നതും പ്രൊഡക്ഷനും പാക്കിങ്ങും എല്ലാം സ്വന്തം വീട്ടിലായിരിക്കും. അങ്ങനെ നിങ്ങൾ കൂടെ നിന്നാലേ അത് പറ്റും. അതുപോലെ നമ്മുടെ അടുത്ത ആഴ്ചയിൽ നമ്മളെ വീടിന്റെ കാര്യത്തെ കുറിച്ച് തീരുമാനമാവട്ടെ. അപ്പൊ നമ്മളെ സബ്സ്ക്രിപ്ഷൻ പ്ലാനുമായിട്ട് അടുത്ത ആഴ്ചയിൽ വീണ്ടും വരും. അപ്പൊ ഇനി വീട് പണി തുടങ്ങിയതിന് ശേഷം ഇനി വരുള്ളൂ. അതായത് നമ്മള് ഇപ്പം നമുക്കൊരു ലോണിന്റെ ഏകദേശം എല്ലാം റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു. അതിപ്പം ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ നമുക്കത് വീട് കംപ്ലീറ്റ് ആക്കാനൊന്നും എന്തായാലും കിട്ടത്തില്ല. നമ്മൾ കുറച്ച് പൈസ കൂടെ കണ്ടെത്തേണ്ടി വരും, പറ്റത്തുമില്ല. അപ്പം ചെയ്യാൻ പറ്റുന്നത് ആ കിട്ടുന്ന ലോണിൽ നിന്ന് നമ്മൾ വീട് പണി തുടങ്ങട്ടെ. നമുക്ക് ഇപ്പം കുറച്ച് പലരായിട്ട് തന്ന എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അതും കൂടെ ചേർത്ത് നമ്മൾ കിണർ കുഴിക്കൽ, പിന്നെ ബേസ്മെന്റ്, ഫൗണ്ടേഷൻ, അങ്ങനെയുള്ള സംഭവങ്ങൾ, ബാക്കിയുള്ള പണികളെല്ലാം തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഇനി ഫണ്ടിന് ഷോർട്ടേജ് വരും എന്നുള്ള കാര്യത്തിന് ഉറപ്പാണ്. ആ സമയത്ത് വലിയ വീടല്ല, ഒരു 800 സ്ക്വയർ ഫീറ്റിന്റെ ചെറിയ വീടാണ് നമ്മൾ വയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം താമസിക്കണം, ഇതുപോലെ ഈ കച്ചവട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചൊരു വീട്. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇനി ഒരു പ്ലാനുമായിട്ട് നമ്മൾ വരും. എല്ലാവരും സഹകരിക്കുക. അപ്പം